ഹലോ, ഇന്നെല്ലാവർക്കും പരിചയമുള്ള പൊറാട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായത് എന്ന് തന്നെ പറയാം. ഒന്നാം തരം പൊറാട്ടയാണ് ഞാനിവിടെ പാകം ചെയ്യാൻ പോകുന്നത്. നല്ല ലെയറുള്ള സോഫ്റ്റ് പൊറാട്ട. അപ്പോൾ ഈ പൊറാട്ട ഞാൻ 1 കിലോ മൈദയിലാണ് പാകം ചെയ്യാൻ പോകുന്നത്. 1 കിലോ മൈദക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം. 1 കിലോ മൈദക്ക് ഞാൻ എടുക്കുന്ന 600 മില്ലി വെള്ളവും 1 കോഴിമുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ആവശ്യത്തിനുള്ള സാൾട്ട്. അപ്പോൾ ഇത് പാകം ചെയ്യുകയാണ്. ഇതിൽ കോഴിമുട്ടയും പഞ്ചസാരയും മിൽക്ക് പൗഡറും സാൾട്ടും അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം മൈദപ്പൊടിയിലിട്ടിട്ട് കുഴച്ചെടുക്കുകയാണ്. പൊറോട്ട ശ്രദ്ധിക്കേണ്ട ഇത് എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ കുഴച്ചെടുത്താലാണ് സോഫ്റ്റ് പൊറോട്ട കിട്ടുക എന്നൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലേക്ക് കേൾക്കുന്നതാണ്. പണ്ടൊക്കെ പൊറോട്ട ചുട്ടുമ്പോൾ നല്ലതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ 600 മില്ലി വെള്ളം എടുത്തത് ഇപ്പോൾ 500, 400, 450 വെള്ളം എടുത്താലും 500 മില്ലി വെള്ളം എടുത്താലും മതി. ഇപ്പോൾ 500 മില്ലി വെള്ളം എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം കുഴച്ചിട്ട് നമുക്ക് വെക്കാം. ഇത് ഞാൻ പെട്ടെന്ന് പാകം ചെയ്യുന്നത് കൊണ്ട് 600 മില്ലി വെള്ളം എടുത്തെന്നുള്ളൂ. കുറച്ച് ലൂസിൽ പെട്ടെന്ന് പാകം ചെയ്യാൻ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ പൊറോട്ട പാകം ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 100 മില്ലി ഓയിലും 100 മില്ലി ഗീയും മിക്സ് ചെയ്യുന്നുണ്ട്. കുഴച്ച് വെച്ച മൈദ ഞാൻ ഈ ടേബിളിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് നെയ്യും ഗീയും ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം അതിനെ ഞാൻ കുറച്ച് സമയം മൂടി വെക്കും. ഒരു അരമണിക്കൂറോളം മൂടി വെക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല. അരമണിക്കൂർ മൂടി വെക്കുക. അതിനുശേഷം പൊറോട്ട നല്ലതുപോലെ കുഴച്ച് ഓയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഞാനതിനെ ബൗളാക്കി വീണ്ടും അവിടെ വെക്കുകയാണ്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തോർത്ത്, നല്ല ഫ്രഷായ ഒരു തോർത്ത് മുണ്ട് കൊണ്ടോ നല്ല തുണി കൊണ്ടോ അതിനെ മൂടി അവിടെ വെക്കണം. ഞാനിത് പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ആ സമയത്തിന് ശേഷം ഞാനതിനെ വീണ്ടും ചെറിയ ചെറിയ ബൗളാക്കണം. ഇപ്പോൾ നമ്മൾ വലിയ ബൗളുള്ളത് ഇതിനെ ഞാനൊരു 20 ബൗളാക്കി മാറ്റും. 20 പൊറോട്ടക്കാണ് 20 ബൗളില്ല, 10 ബൗളാക്കും. അതിൽ 2 ബൗളാക്കിയിട്ട് ഞാനതിനെ വീശി വരുമ്പോൾ 2 പൊറോട്ടക്കുള്ള ബൗളാണ് ഒരു ബൗൾ തന്നെ മാറ്റുന്നത്. 1 കിലോ മൈദ കൊണ്ട് 20 പൊറോട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. 20 ചൂടാം, 18 ചൂടാം, ഇനി അതിൽ കൂടുതൽ ചൂടണമെങ്കിൽ അതിൽ കൂടുതൽ ചൂടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഇത് നമ്മുടെ അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട തന്നെയാണ്, ഹോട്ടലിലൊക്കെ കിട്ടുന്നത് വലിപ്പത്തിലുള്ള പൊറോട്ട തന്നെയാണ് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ മൂടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതും അതേ ഒരു 10-15 നിമിഷം വെച്ചതിന് ശേഷം വീണ്ടും അതിനിടയ്ക്ക് വീശുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഇതേപോലെ കൈകൊണ്ട് പരത്തി അതിൻ്റെ സൈഡുകൾ നല്ലതുപോലെ പരത്തിയെടുക്കണം. പിന്നെ വീശുന്നത് മാത്രമേ ഇതിൽ പഠിക്കാനുള്ള പൊറോട്ടയിൽ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം വീശി നല്ലതുപോലെ നൈസിൽ വീശിയതിന് ശേഷം അതിൽ വീണ്ടും നെയ്യും ഓയിലും കുറച്ച് കൂടുതൽ കൊടുക്കുക. അതിനുശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടി മൈദപ്പൊടി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ലെയർ കിട്ടും. അതിനെ നല്ലതുപോലെ ടൈറ്റിൽ ചുറ്റിയെടുക്കുകയും വേണം. ടൈറ്റിൽ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ചുറ്റിയത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെയും യൂസ് ചെയ്യാൻ പറ്റും. നാളെയും ആ പൊറോട്ട ചുട്ടെടുക്കാം. അപ്പോൾ ചുറ്റിയ ബൗളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം ഇതിനെയും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ തോർത്ത് മുണ്ട് കൊണ്ടോ മൂടി ഒരു 10-15 നിമിഷം വെച്ചതിന് ശേഷം മാത്രമേ ചൂടാവൂ. ആ സമയത്ത് തന്നെ ചുടരുത്. എന്നിട്ട് ഇതിന് തവ റെഡിയാക്കുക. അതിനുശേഷം ഞാൻ പൊറോട്ട ചുടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അത് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളെ കല്ല് അതായത് തവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ട അതിലേക്ക് പരത്തി
ചുട്ടെടുക്കാൻ പോവുകയാണ്. എങ്ങനെയെന്ന് നോക്കാം. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തവയുടെ ചൂട് അതിൻ്റെ പാകത്തിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേക ശ്രദ്ധിക്കാനൊന്നുമില്ല. നല്ല തവയാണെങ്കിൽ അതിൻ്റെ ചൂട് പാകത്തിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചുട്ട് പരത്തി വെച്ചതിന് ശേഷം വീണ്ടും അതിൽ കുറച്ച് നെയ്യും ഓയിലും കൊടുക്കും. അത് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. നെയ്യും ഓയിലും ഇല്ലാണ്ട് വേണമെങ്കിലും എടുക്കാം. ഇനി കുറച്ച് ആർക്കിച്ച് കൂട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റ് വേറെ വരും. ഇതിൽ ഞാൻ നെയ്യും ഓയിലും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട് പൊറോട്ട. ഇനി അതിന് ഒരു സമയം കഴിഞ്ഞ ശേഷം അത് കല്ലിലിടുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലേ എല്ലാ ഭാഗവും അതിൻ്റെ പാകത്തിലുള്ള ആ ഒരു കളർ കിട്ടുകയുള്ളൂ. കല്ലിലിട്ട പാടെ തന്നെ ഒരു പൊറോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അത് പാകമായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല കളറുള്ള നല്ല ചുവപ്പ് കളറും ഒരു മിക്സ് ആയിട്ടുള്ള നല്ല കളർ. അപ്പോൾ ഇത് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി തവയിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും അടിക്കും. അപ്പോൾ നല്ല ലെയറുള്ള പൊറോട്ട നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ പൊറോട്ട എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ലെയറുള്ള സൂപ്പർ പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഈ പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിക്കണം.